എന്തായാലും ശ്രീ സലീം മലപ്പുറത്ത് വന്നു. ശ്രീ സലീം, താങ്കൾ നമസ്കാരം എങ്ങനെയാണ് ഈ കരാറിനെ വിലയിരുത്തുന്നത്? സാർ, ഈ കരാറിനെ കുറിച്ച് അറിയണമെങ്കിൽ ഒരു നഷ്ടക്കച്ചവടമാണോ എന്ന് അറിയണമെങ്കിൽ ചില കരാറിലെ വ്യവസ്ഥകൾ വ്യക്തമായി നമ്മുടെ നടുവിൽ വരണം. അല്ലാതെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ എന്നാൽ തന്നെയും ട്രംപ് എന്ന് പറയുന്ന വാക്കിന് യാതൊരു വ്യവസ്ഥയും ഇല്ലാത്ത ഒരാളാണ്. ഓരോ മണിക്കൂറിലും വാക്ക് മാറ്റി പറയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇന്നൊരു കരാർ ഒപ്പിട്ട് നാളെ അത് ഒരുപക്ഷെ ആ കരാറിലെ മഷി ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ മാറ്റി പറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏത് അസമയത്തും എന്ത് സ്വേച്ഛാധിപത്യ നടപടി എടുക്കാൻ മുതിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ട്രംപ്. കോവിഡ് സമയത്ത് നമ്മളെ ഒരു ഒരു മെഡിസിൻ അവർക്ക് അയച്ചു കൊടുക്കില്ല എന്നുള്ള ഒരു സംശയത്തിന്റെ പേരിൽ ഒരു ആവശ്യമില്ലാണ്ട് ഇന്ത്യയെ വിരട്ടിയത് ഓർക്കുന്നത് നന്നായിരിക്കും. അതുപോലെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇതിനു മുമ്പും നമ്മളെ വിരട്ടിയതും അവിടുന്ന് വാങ്ങരുത് എന്ന് നമ്മളെ വാങ്ങുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയതും നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഒരു വാണിജ്യ കരാർ തന്നെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ ഏർപ്പെട്ട് കെണിയിൽപ്പെട്ടത് എന്നത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. ശരി, ശ്രീ സലീമാണ് മലപ്പുറത്ത് നിന്നും സംസാരിച്ചത്. ശ്രീ കേശവദാസ് ആണ് തിരുപ്പതിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കേശവദാസ്, താങ്കൾ എങ്ങനെയാണ് ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇപ്പോഴത്തെ ഈ പുതിയ ഡീലിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തെ വിലയിരുത്തുന്നത്? സാർ, ഇത് രണ്ട് രാജ്യങ്ങൾക്കും പ്ലസ് ഉണ്ട്, രണ്ട് രാജ്യങ്ങൾക്കും മൈനസ് ഉണ്ടാവും. ഇത് ബിസിനസ്സാണ്. ഇന്ന് ഇന്ത്യയുടെ എക്സ്പോർട്ട് വന്നിട്ട് ലോകം തന്നെ ഏത് രാജ്യത്തിലേക്കും എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് ആഗ്രഹിക്കുന്നത് USA ആയിരിക്കും. കാരണം അവിടെ 50 കോടി ജനങ്ങളും വാങ്ങിക്കാനുള്ള പർച്ചേസ് കമ്മിറ്റി പവർ ജാസ്തിക്കുള്ള ഒരു രാജ്യം ലോകത്തിലുണ്ടെങ്കിൽ അത് ഫസ്റ്റ് അമേരിക്ക തന്നെയാണ്. ഇപ്പൊ നമുക്കൊരു പ്ലസ് പോയിന്റ് യൂറോപ്യൻ യൂണിയനായിട്ട് കിട്ടിയിട്ട് അത് എങ്ങനെയായാലും ആ എക്സ്പോർട്ടേഴ്സ് അത് വരുമ്പോഴേക്കും ഒരു വർഷമാവും. നെക്സ്റ്റ് അമേരിക്കയുടെ പ്രശസ്തി യൂറോപ്യൻ യൂണിയനും ഇന്ത്യയുടെ കൂടെ വന്നു. ഇപ്പൊ കന്നഡ ഇന്ത്യയുടെ കൂടെ വരാൻ പോണു. മാനുഫാക്ചറിംഗ് പറയുന്നത് 80% പോയി 20% മാത്രമേ ഉള്ളൂ. ടെക്സ്റ്റൈലിലും മെയിൻ അവർ ടെക്സ്റ്റൈലുള്ള അവർ എക്സ്പോർട്ട് 80% വേൾഡിലേക്ക് അവരാണുള്ള എക്സ്പോർട്ട് ചെയ്തിരുന്നത്. ഇന്ന് 20% ഉള്ളൂ പവർ പ്രോബ്ലം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പോകുമ്പോൾ US-നും കോസ്റ്റ്ലി ആയിരിക്കും. ഒരു സാധനത്തിന് വില കൂടുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് പ്രശ്നമാണല്ലോ. ഇപ്പോ അതാണ് പാകിസ്ഥാനിനും ബംഗ്ലാദേശിനും കമ്മിയായിട്ട് നമുക്ക് ഇന്ത്യക്ക് വന്നിട്ട് ടാരിഫ് കമ്മിയായിരിക്കുന്നത്. ഇതിന് ഇന്ത്യയിലേക്കും അവർ എക്സ്പോർട്ട് ചെയ്യും. അത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അഗ്രിമെന്റ് അങ്ങനെയാണല്ലോ. എന്റെ രാജ്യത്തിന് മാത്രം പറഞ്ഞിട്ട് ഏതെങ്കിലും രാജ്യം സമ്മതിക്കുമോ? അവരുടെ രാജ്യത്തിന്റെ കാര്യങ്ങളും അവിടുത്തെ പ്രസിഡന്റ് നോക്കണ്ടേ? അപ്പൊ ഇതിൽ മൈനസ് ഉണ്ടാവും, പ്ലസ് ഉണ്ടാവും. ബട്ട് വന്നിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിലെ അഗ്രികൾച്ചർ ഫസ്റ്റ് മാനുഫാക്ചറിങ്, സെക്കൻഡ് വന്ന് ടെക്സ്റ്റൈല്. ഈ ടെക്സ്റ്റൈലിന് വന്ന് ഇപ്പൊ തന്നെ നിങ്ങൾ തിരുപ്പൂർ മാർക്കറ്റ് അന്വേഷിച്ചാൽ അറിയാം 80% പ്രൊഡക്ഷൻ സ്റ്റോപ്പായി. ഇന്ന് അതിന് വീണ്ടും അത് പിക്കപ്പ് ആവും. പിക്കപ്പ് ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഡോളർ ഇന്ത്യയിലേക്ക് വരും. ഡോളർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ പ്രോബ്ലം ഓരോവിധം പ്രോബ്ലം സോൾവ് ആവും. പക്ഷെ ഇന്ത്യയിലത്തെ ടാക്സ് സിസ്റ്റമാണ് ഇവർ ഇനിയും മാറ്റാതിരിക്കുന്നത്. അതാണ് ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പൊ ജസ്റ്റ് 28% മോട്ടോർ വെഹിക്കിളിനുണ്ടായിരുന്ന ടാക്സ് 18% ആക്കിയപ്പോഴും എത്രത്തോളം സെയിൽസ് ഉണ്ടായിരുന്നു ഇന്ത്യയിലെ? ഇനി ടാക്സ് കമ്മിയായി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബിസിനസ് കൂടും, ഡൊമസ്റ്റിക് ബിസിനസ് കൂടും, ഓട്ടോമാറ്റിക് മണി ഫ്ലോ ഉണ്ടാവും, GST കൂടുള്ളൂ. ഇതാണ് ഞാൻ പറയാനുള്ളത് സാർ. ശരി, ഓക്കെ. എന്നാലും താങ്കൾ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ കൂടി ഓരോ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രധാനം തന്നെയാണ്. ശ്രീ ബിനോയ് ആണ് കൊല്ലത്തുനിന്ന്. ശ്രീ ബിനോയ്, താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ കരാറിനെ, പെട്ടെന്നൊരു ഫോൺ വരുന്നു, ഈ രണ്ട് രാജ്യത്തിൻ്റെയും തലവന്മാർ അങ്ങനെ ഒരു കരാറിലേക്ക് നീങ്ങുന്നതായി സോഷ്യൽ മീഡിയ വഴി വിവരങ്ങൾ പുറത്തുവിടുന്നു, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. നമ്മളുടെ ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെ ഒരു കരാറ് ഒപ്പിട്ടതായി ഒരു മാധ്യമങ്ങളിലും കാണുന്നില്ല. ഇനി അല്ല, അത് പ്രധാനമന്ത്രിയുടെയും പീയൂഷ് ഗോയലിന്റെയും എല്ലാം ട്വീറ്റുകളുണ്ട്. ട്വീറ്റുകൾ മാത്രമാണല്ലേ? അതെ, ഇങ്ങോട്ടും ട്രൂത്ത് സോഷ്യൽ മീഡിയയിലുള്ള ട്വീറ്റാണ്, അങ്ങോട്ടും ട്വീറ്റാണ്. ഇങ്ങോട്ട് സമൂഹ മാധ്യമത്തിൽ ട്വീറ്റ് ചെയ്യുമ്പോൾ തിരിച്ചും അങ്ങനെയല്ലേ ചെയ്യൂ, അല്ലാതെ നമ്മൾ ഔദ്യോഗികമായി ചെയ്യില്ലല്ലോ. ഓക്കെ, ഇതിപ്പോ ട്രംപിന്റെ മാത്രം ട്വീറ്റായിട്ടാണ് കാണുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ, മറ്റുള്ള രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് പോലെ ട്രംപ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ 145 കോടി ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരവസരം നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് കൊടുത്തു എന്നാണ് എന്റെ സംശയം. കാരണം ട്രംപ് അല്ല തീരുമാനിക്കേണ്ടത് ഇന്ത്യ ആരെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങണം, എന്ത് കൊടുക്കണം, ഏത് വിലയ്ക്ക് കൊടുക്കണം എന്നുള്ളത്. പക്ഷെ ട്രംപിന്റെ ട്വീറ്റിൽ അദ്ദേഹം പറയുന്നു ഇന്ത്യയായി കരാറായി, ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് സാധനം വാങ്ങത്തില്ല, ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്ന സാധനങ്ങൾ ഞങ്ങൾ കൊടുക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നു. പക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യ ഭരിക്കുന്ന NDAയോടും പറയാനുള്ളത്, ഇന്ത്യക്ക് ലോകത്തെല്ലായിടത്തും ഒരു സ്ഥാനമുണ്ട്. നമ്മൾ നമ്മുടേതായ തീരുമാനങ്ങളാണ്
ലോകത്തെ അറിയിക്കുന്നത്. ഒരു ചെറിയൊരു കാര്യം പറയാം. ഇപ്പം ക്രൂഡ് ഓയിൽ വിഷയമാണ് ട്രംപ് പറയുന്നത്. അതായത് റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങാൻ പാടില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങണമെന്നത്. പക്ഷെ അങ്ങനെ മേടിക്കുമ്പം ഒരു ദിവസം കിരണെ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് 50 ലക്ഷത്തിനും 52 ലക്ഷത്തിനും ഇടയിൽ ബാരൽ ക്രൂഡ് ഓയിൽ നമ്മൾ വാങ്ങുന്നുണ്ട്. അതായത് പ്രതി മാസം അപ്പൊ നമ്മൾ കണക്കൂട്ടി നോക്കിയത് 2 കോടി 16 ലക്ഷം സംതിങ് വാങ്ങുന്നുണ്ട്. പക്ഷെ ഒരു ബാരലിന് 600 രൂപ, ഞാനിങ്ങനെ ഒന്ന് നോക്കുകയായിരുന്നു വിക്കിപീഡിയയിൽ, ഒരു ബാരലിന് 600 രൂപയുടെ വ്യത്യാസമുണ്ട്. അത് ഞാനും കിരണും ഒക്കെ കൊടുക്കുന്ന ടാക്സിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റിന് കിട്ടുന്ന പൈസയാണ്. ഇത് നേരെ അങ്ങ് അമേരിക്കയ്ക്ക് കൊടുക്കുമ്പോൾ ഒരു ദിവസം 3 ബില്യൺ 16 കോടി രൂപയാണ് അമേരിക്ക നമ്മളിൽ നിന്നും അധികമായി കൊണ്ടുപോകുന്നത്. ഒരു ദിവസത്തെയാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ ഒരു മാസത്തെ നമ്മൾ കണക്ക് കൂട്ടി നോക്കുക. അപ്പൊ അതുകൊണ്ട് അമേരിക്ക ഏത് ടാക്സോ ഏർപ്പെടുത്തിട്ട് നമുക്കൊരു വിഷയമില്ല. അവിടുത്തെ ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ അത് അവിടുത്തെ പൗരന്മാരെ ബാധിക്കും, അവരുടെ പൊളിറ്റിക്സിനെ ബാധിക്കും. നമുക്ക് ചിലപ്പോൾ 5%, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം, ചിലപ്പോൾ നമുക്കൊരു 5% വ്യത്യാസമുള്ളൂ. പക്ഷെ നമ്മളിപ്പോ റഷ്യയിൽ നിന്ന് വാങ്ങുന്നതാണ് ക്രൂഡ് ഓയിൽ നമുക്ക് ഏറ്റവും ഉചിതം. നമുക്ക് മില്യൺ കണക്കിന് ഡോളർ നമുക്ക് ലാഭമാണ്. അതുകൊണ്ട് ട്രംപിന്റെ തീരുമാനത്തിന് ഇന്ത്യ ഗവൺമെന്റ് നിൽക്കാൻ പാടില്ല. ട്രംപ് ലോകത്തെ ഏകാധിപതിയാണ്, എല്ലാ രാജ്യത്തെയും. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബിനോയ്, ശ്രീ അജയ്കുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയ്കുമാർ, യഥാർത്ഥത്തിൽ ട്രംപ് ഒരു മുട്ടാളിനെ പോലെ നിന്ന് ലോകരാജ്യങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് എന്ത് വാങ്ങണമെന്ന് ഞാൻ പറയും, അത് കേട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് തീരുവ കൂട്ടും എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇന്ത്യൻ തീരുവ 50% വർദ്ധിപ്പിച്ചു. ഇന്നിപ്പോൾ കുറച്ചിരിക്കുന്നു. അപ്പോഴും ട്രംപ് അവകാശപ്പെടുന്നത് തൻ്റെ തിട്ടൂരമൊക്കെ ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷേ അംഗീകരിച്ചാണെന്നോ അംഗീകരിച്ചില്ലെന്നോ ഇന്ത്യ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അല്ല, ഇപ്പൊ ഈ ട്രംപ് പറയുന്നത് മാത്രം വിശ്വസിക്കുന്ന ഒരു വിഭാഗം ജനങ്ങള്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.